പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ വിശദമായ ആൻസർ കീയുമാണ് സാറ് ഈ വീഡിയോയിൽ പറയും. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് ഓരോ പ്രവർത്തനം എഴുതി നോക്കിയാലോ. നമുക്ക് എത്ര പ്രവർത്തനമുണ്ട്? 6 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എല്ലാവരും എഴുതണം. ബാക്കി 5 4 എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് നഖറഉൽ ഫിഖറ വനുക്മിൽ, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, അല്ല പൂർത്തിയാക്കുക. ജമീൽ വലതുൻ മാഹിർ, ജമീൽ ഒരു മിടുക്കനായ കുട്ടിയാണ്. യഖൂമു മിനൻ നൗമി മുബക്കിറൻ, നേരത്തെ എണീക്കും. യുനല്ലിഫുൽ അസ്നാൻ, പല്ല് വൃത്തിയാക്കും. യസ്തഹിമു ബഅദൽ മുമാറസാത്തി റിയാദിയ, എക്സസൈസ് കഴിഞ്ഞിട്ട് കുളിക്കും. കാന യൽബസു മലാബിസ നളീഫ, നല്ല വസ്ത്രം ധരിക്കും. യദ്ഹബു ഇലൽ മദ്രസതി മാ ഉഖ്തിഹി റഹീമ, തൻ്റെ സഹോദരി റഹീമയോടൊപ്പം അവന് സ്കൂളിലേക്ക് പോകും. വഹിയ ഫി സഫി സാദിസ്, അവന് 6ാം ക്ലാസ്സിലാണ്. വമിൻ ആദാതിഹി, അല്ല അവൾ 6ാം ക്ലാസ്സിലാണ്. ആര്? റഹീമ. അവമിൻ ആദാതിഹി ത്വയ്യിബ, അവൻ്റെ നല്ല ശീലം എന്താണ്? യുനല്ലിഫു സഫ്, ക്ലാസ് വൃത്തിയാക്കും. യഗ്സുലു യദൈഹി ഖബുലൽ അക്ലി വ ബഅദിഹി, ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും മുമ്പും കൈ കഴുകും. യുനല്ലിഫു അസ്നാനഹു, എന്ത് ചെയ്യും? പല്ല് വൃത്തിയാക്കും. യുദാക്കിറു ദുറൂസ്, എന്ത് ചെയ്യും? പാഠങ്ങൾ പഠിക്കും, പാഠങ്ങൾ റിവൈസ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് ആരുടെ നല്ല ശീലങ്ങൾ? നമ്മുടെ ജമീലിൻ്റെ. ചോദ്യം 1, യഖൂമു ജമീൽ മിനൻ നൗം, ജമീൽ ഉറക്കത്തിന് എണീക്കും. എപ്പോൾ? പാരഗ്രാഫിലുണ്ടല്ലോ. എപ്പോൾ എണീക്കുന്നതാണ്? മുബക്കിറൻ, അത് നമ്മൾ 1 അതിവിടെ എഴുതണം. ഓക്കെ, മുബക്കിറൻ എഴുതണം. യസ്തഹിമു ജമീൽ, ജമീൽ കുളിക്കും. എപ്പോഴാണ് കുളിക്കൽ ജമീൽ? ബഅദ, അതാണ് യസ്തഹിമു ബഅദൽ മുമാറസാത്തി റിയാദിയ എന്നുള്ളത് 2. അത് മക്കൾ ഇവിടെ എഴുതണം. മനസ്സിലായി? 2 എഴുതി അവിടെ. യദ്ഹബു ഇലൽ മദ്രസ, അവന് സ്കൂളിലേക്ക് പോവും. ആരുടെ കൂടെ? അബീഹി ഉഖ്തിഹി ഉമ്മിഹി, ഉഖ്തിഹി അല്ലേ, സഹോദരിയോടൊപ്പം. ഹാദിഹി സൂറത്തുൻ, ഇതെന്തിൻ്റെ സൂറത്താണ്? അൽ അസ്നാൻ, പല്ലിൻ്റെ അല്ലേ, അൽ അസ്നാൻ. ഉക്തു വാഹിദ മിൻ ആദാതി ത്വയ്യിബ ലി ജമീലിൻ്റെ ഒരു നല്ല ഗുണം എഴുതാൻ. ഏതാണ്? ഇതിലേതെങ്കിലും എഴുതാം. യുനല്ലിഫു സഫ് എഴുതാം, ഇതെഴുതാം, ഇതെഴുതാം, ഇതെഴുതാം. ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഇനി 2ാമത്തെ പ്രവർത്തനം, യൗമൻ അഖദ ജമീൽ അൽ ജവാൽ, ഒരു ദിവസം ജമീൽ ഫോൺ എടുത്തു. വബദഅ യതവാസലു മഅ സ്വദീഖിഹി ഫഹീം ബി വാട്സപ്പ്, വാട്സപ്പിലൂടെ ഫഹീമിനോട് സംസാരിച്ചു. അത് പൂർത്തിയാക്കണം, ചാറ്റിങ്. അപ്പോൾ ജമീൽ എന്ത് പറയും? അറിയാം അല്ലേ? അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ സബാഹൽ ഖൈർ, എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ അസ്സലാമു അലൈക്കും എഴുതാം. അസ്സലാമു അലൈക്കും, അപ്പം മറുപടി വഅലൈക്കും അസ്സലാം അല്ലേ. പിന്നെ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയാം? ഫഹീമ സൈൻ, അൽഹംദു ലില്ലാ, സുഖമാണ് അല്ലേ. അതിന് ഹൽ ഇന്തൊക്കെ ഖുതുബത്ത് അനിൽ ലുഗൽ അറബിയ, നിൻ്റെ അടുക്കൽ അറബി ഭാഷയെക്കുറിച്ച് പ്രസംഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഹീം എന്ത് പറയും? നഅം അല്ലേ, ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജമീൽ ജഹൽ തുർസുല്ലി, എനിക്കത് അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നഅം അല്ലേ, നഅം അല്ലെങ്കിൽ ഇൻഷാ അല്ലാ എന്നൊക്കെ പറയാം കേട്ടോ. ശുക്രൻ, ഇവിടെ എന്ത് വരും? അഫ്വൻ എന്ന് ചേർക്കും. ഓക്കെ, ഇനി നുക്മിലുൽ മൻളൂം, പദ്യം പൂർത്തിയാക്കാൻ. ഹയ്യ ഹയ്യ സിഞ്ചാബി നദ്ഹബു ഇലൽ ബുസ്താനി, ഹയ്യ നകുൽ ഫിൽ ബുസ്താൻ മൗസൻ ലദീദൻ ബിൽ ഫറഹീന. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി പൂരിപ്പിക്കണം. എങ്ങനെ വരിക? ഹയ്യ ഹയ്യ ബബഗായി നദ്ഹബ് ഇലൽ ബുസ്താൻ അല്ലേ, നദ്ഹബ് ഇലൽ ബുസ്താൻ നമുക്ക് ഇവിടേക്ക് എഴുതാം. ഹയ്യ നകുൽ ഫിൽ ബുസ്താൻ തന്നെ മൗസൻ ലദീദൻ ബിൽ ഫർഹി എന്നുള്ളത് ഇവിടേക്ക് എഴുതണം. ഓക്കെ, അടുത്തതോ
അടുത്തതുപോലെ ഹയ്യ ഹയ്യ. ഈ ഹയ്യ ഹയ്യ എന്നുള്ളത് എവിടെ വരണം? ഇവിടെ വരണം. ഹയ്യ ഹയ്യ ഉസ്ഫൂരി നദ്ഹബി ഇലൽ ബുസ്താനി. അടുത്തോ ഹയ്യ നകുൽ ഫിൽ ബുസ്താൻ അല്ലേ? ഹയ്യ നകുൽ ഫിൽ ബുസ്താൻ എന്നിവിടെ വരണം അല്ലേ? പിന്നെയോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മൗസൻ ലദീദൻ എന്നത് ഇവിടെ വരണം. ബിൽ ഫർഹി. അതേ പാറ്റേണിൽ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാലാമത്തെ പ്രവർത്തനം നുസാഇദ് ജമീലൻ ലിഇദാദി കശ്ഫുൽ ഖദറവാതി വൽ ഫവാക്കി. പഴവും പച്ചക്കറിയുടെയും ചാർട്ട് തയ്യാറാക്കണം കേട്ടോ. അപ്പം അതിൽ ഖദറവാത്തിൻ്റെ ഇവിടെ ഖദറവാത്ത് എഴുതണം. അപ്പം ഇത് ഫവാക്കിഹ് എന്ത് എഴുതണം? ഫവാക്കിഹിൻ്റെ എഴുതണം. അപ്പം ഇവിടെ ബുർത്തുഖാൽ. ബുർത്തുഖാൽ ഏതാണ്? ബുർത്തുഖാൽ ഓറഞ്ച് അല്ലേ? ഓറഞ്ച് ഫവാക്കിഹല്ലേ? ഓറഞ്ച് ഫവാക്കിഹാണ്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? ബുർത്തുഖാലിന് 1, ഫവാക്കിഹ് 1, ഖദറവാത്ത് 2 കൊടുക്കാം. ഖിയാർ കുക്കുംബർ അത് ഖദറവാത്ത് അപ്പം 2. ജുവാഫ പേരയ്ക്ക ഫവാക്കിഹാണ് അപ്പോൾ 1. ഫൂല് എന്ന് വെച്ചാൽ പുല്ല് അല്ലേ? അവര എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. ഫൂല് അവരൊക്കെയില്ല. ബാദിഞ്ചാൻ അപ്പോൾ അത് ഹദറവാത്താണ്. അപ്പോൾ നമ്മളത് ഏതാണ്? 2. ബാദിഞ്ചാൻ വഴുതനങ്ങ 2 അല്ലേ? തുഫാഹ് ആപ്പിൾ അപ്പോൾ അത് 1. ജസർ ക്യാരറ്റ് അല്ലേ? ജസർ ഏതാ വരിക? അതും 2. ടൊമാറ്റോ അല്ലേ? പച്ചക്കറിയാണ് 2. പപ്പായ പഴമാണ് ഫവാക്കിയാണ് 1. ബിത്തീഖ് 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ ഒന്നും ഇവിടെ എഴുതണം, എല്ലാ 2ഉം ഇവിടെ എഴുതണം. ഓക്കെ, അങ്ങനെയാണ് അത് വേണ്ടത്. ഇനി 5ാമത്തെ പ്രവർത്തനം നസിൽ ബൈനൽ കലിമാത്ത് വസുവർ. ചിത്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. എളുപ്പമല്ലേ? ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റിന് ഏതാ വരിക? ക്രിക്കറ്റ്. പിന്നെ കുറത്തുൽ കദം ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ ഇങ്ങനെ. അരീഷത്തു ത്വായിറ ഏതാ വരിക? അരീഷത്തു ത്വായിറ നമുക്കിതാ ഷട്ടിൽ അല്ലേ? ബാഡ്മിൻ്റൺ. പിന്നെയോ പുറത്തു ത്വായിറ ദഹിക്കും വോളിബോൾ. ഹോക്കി ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അടുത്ത പ്രവർത്തനം ഏതാണ്? 6ാമത്തെ നുറത്തിബിൽ ഖിസ്സ. ഈ കഥ യോജിപ്പിക്കാനാണ്. ഇവിടെ എന്താണ് കഥയിൽ എന്തൊക്കെയാണ്? കാനഫി കറിയത്തിന് ഖുറാബും താവൂസ്. ഒരു നാട്ടില് ഒരു ഗ്രാമത്തില് ഒരു കാക്കയും ആരുണ്ടായിരുന്നു? താവൂസ് എന്താ? കുയിൽ അല്ലെങ്കിൽ മയിൽ. കാലൽ ഖുറാബുലി താവൂസ് അന അസ്റവ മിൻക ഫിത്തൊയർ. കാക്ക മയിലിനോട് പറഞ്ഞു, ഞാനാണ് നിന്നെക്കാളും പറക്കാൻ സ്പീഡ്. അസ്നായ സിബാക്കി ജലസ ഖുറാബ് ഫിൽഹുഷി വനാമ. അങ്ങനെ മത്സരത്തിൻ്റെ ഇടയിൽ ഖുറാബ് എവിടെ? കൂട്ടിലിരുന്ന് ഉറങ്ങി. ജറാ ബൈനഹുമ സിബാക്കും ഫിത്തൊ. അവരുടെ ഇടയിൽ ഒരു മത്സരം നടന്നു. സബക്ക ത്വാവൂർ ബി ജുഹ്ദിഹി. അങ്ങനെ ത്വാവൂസ് മത്സരത്തിൽ ജയിച്ചു. കാല ത്വാവൂസ് അന അൻഷത് മിൻക്. ത്വാവൂസ് പറഞ്ഞു, ഞാനാണ് നിന്നെക്കാൾ മികച്ചത്, ഞാനാണ് നിന്നെക്കാൾ ഉഷാറെന്ന്. അപ്പോൾ ഇതിൽ ഓരോ സെൻറ്റൻസിന് അനുയോജ്യമായത് കൊടുക്കണം. കാനഫി കറിയത്തും ഖുറാബും താവൂസ് അത് വന്നു. ഇത് 1 അല്ലേ? അതവിടെ 1. നമുക്ക് ഇനി അടുത്ത ഏതാ വരേണ്ടത്? ഇവിടെ ഖുറാബ് എന്തോ ആണ് പറയുന്നത്. ഖുറാബ് പറയുന്ന കാര്യം എന്തല്ലേ? കാലൽ ഖുറാബ്. ഈ 2 ഇവിടെ വരണം. ഓക്കെ, അങ്ങനെ അസ്നാ സിബാക്കി അല്ല. 3ാമത്തെ ചിത്രം എന്താണ്? ഇവിടെ മയില് പറയുന്ന കാര്യമാണ്. മയില് പറഞ്ഞ എന്താ? ഞാനാണ് നിന്നെക്കാളും ഉഷാർന്ന്. അപ്പോൾ ഇതാണ് കാലത്വാവൂസ് അന അൻഷത്ത് മിൻക. ഈ 3 അത് നമുക്ക് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? പിന്നെ അങ്ങനെ അവർ തമ്മിൽ മത്സരം നടന്നു അല്ലേ? ഇവിടെ മത്സരം നടക്കുമല്ലേ? അപ്പോൾ ഇതിലേതാ വരിക? 4. മത്സരം നടക്കുന്ന എവിടെയാണ്? ലസബ ജറ ബൈനഹുമാ സിബാഖും ഫിത്തൊയർ. മത്സരം അവരുടെ ഇടയിൽ നടന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ കാക്ക കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് അല്ലേ?
കാക്ക കിടന്നുറങ്ങണം. അപ്പോൾ മത്സരത്തിനിടയിൽ കാക്ക ഉറങ്ങി എന്നാണ്. അപ്പോൾ ഇത് 5. ഈ 5 എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ 6-മത്തെയോ? 6 അങ്ങനെ നമ്മുടെ മയിൽ ജയിച്ചു അല്ലേ? മയിൽ ജയിച്ചു. അപ്പോൾ അവസാനത്തെ വരി ഏതാ വരിക? ഇതാണ് വരിക 6. 6 ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇത്രയും ഉത്തരങ്ങൾ ശരിയാക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ 4th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ വരും കേട്ടോ മക്കളെ പോയി കാണണം. അടുത്ത വർഷം പുതിയ ബുക്കാണ്. ആ ബുക്കിൽ എല്ലാ ചോദ്യങ്ങളും പുതിയ പാഠഭാഗങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. മക്കൾ പോയി കാണാൻ. ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 4ാം ക്ലാസ്സിൻ്റെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.